കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിലിരുന്ന ഒരു കൗമാരക്കാരൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഒരു +2 വിദ്യാർത്ഥിക്ക് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡിന്റെ കോടികളുടെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജാർഖണ്ഡ് സ്വദേശിയായ സാർത്ഥക് സിദ്ധാന്ത് എന്ന മിടുക്കൻ അതിനുള്ള ഉത്തരം പറയും. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന ഡിജിറ്റൽ മൂല്യനിർണ്ണയ പ്രക്രിയയിലെ വ്യാപക ക്രമക്കേടുകളും സാങ്കേതിക തടസ്സങ്ങളുമാണ് ഈ വിദ്യാർത്ഥി രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോംറ്റ് എഡ്യൂടെക് എന്ന വിവാദ കമ്പനിക്ക് OSM പ്രക്രിയയുടെ ടെൻഡർ ലഭിച്ചതിന് പിന്നിലെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് സാർത്ഥക് തന്റെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടത്. പരീക്ഷാഫലം വന്നപ്പോൾ പ്രതിഭകളായ പല വിദ്യാർത്ഥികൾക്കും വിചാരിച്ചതിലും കുറഞ്ഞ മാർക്ക് ലഭിച്ചതും പൊതുവെ വിജയശതമാനം ഗണ്യമായി കുറഞ്ഞതുമാണ് ഈ കൗമാരക്കാരനെ അന്വേഷണത്തിലേക്ക് നയിച്ചത്. മാർക്ക് പുനഃപരിശോധനയ്ക്കായി ഡിജിറ്റൽ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട സാർത്ഥക് തനിക്ക് ലഭിച്ച സ്കാൻ ചെയ്ത കോപ്പികൾ കണ്ട് ഞെട്ടിപ്പോയി. പല പേജുകളും വ്യക്തമല്ലാത്തതും ചില പ്രധാന ഉത്തരങ്ങൾ നോക്കുക പോലും ചെയ്യാതെയാണ് മാർക്ക് ഇട്ടിരിക്കുന്നതെന്നും അവർ കണ്ടെത്തി. ഈ ഗുരുതരമായ പിഴവിന് പിന്നിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചതോടെയാണ് CBSEയുടെ ടെൻഡർ രേഖകളിലെ കള്ളക്കളികൾ പുറത്തുവരുന്നത്. ദിവസങ്ങളോളം കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടലിലെ CBSE ടെൻഡർ രേഖകൾ പരിശോധിച്ച സാർത്ഥക് കാംറ്റ് കമ്പ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കരാർ ലഭിക്കുന്നതിനായി ബോർഡ് 3 ഘട്ടങ്ങളിലായി ടെൻഡർ വ്യവസ്ഥകളിൽ ബോധപൂർവം മാറ്റം വരുത്തിയെന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തി. മുൻപ് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ചരിത്രമുള്ള കോംറ്റ് കമ്പനിയെ സഹായിക്കാൻ CBSE തങ്ങളുടെ നിബന്ധനകളിൽ വലിയ ഇളവുകൾ വരുത്തി. പഴയ ടെൻഡറിലെ കരിമ്പട്ടിക വ്യവസ്ഥകൾ തിരുത്തി എഴുതുകയും കമ്പനിയുടെ വിറ്റുവരവ് പരിധി കൃത്യമായി കോംറ്റിന് അനുകൂലമായ രീതിയിൽ 50 കോടിയായി നിശ്ചയിക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രമുഖ IT ഭീമനായ TCS പോലെയുള്ള വൻകിട കമ്പനികളെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ടെൻഡറിൽ നിന്ന് ഒഴിവാക്കിയത്. ഒരു വലിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം സ്വന്തം നിയമപുസ്തകം തിരുത്തി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് പന്താടിയതെന്ന് സാർത്ഥക് തന്റെ ബ്ലോഗിൽ കുറിച്ചതോടെ വിഷയം ദേശീയ ശ്രദ്ധ നേടി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടതോടെ CBSE പൂർണ്ണമായും പ്രതിരോധത്തിലായി. കോൺഗ്രസ് MP ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ സാർത്ഥക് തന്റെ കണ്ടെത്തലുകൾ വിജയകരമായി സമർപ്പിച്ചു. ടെൻഡർ നടപടികളിലെ അട്ടിമറി അവൻ സമിതിക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തി. 2019 തെലങ്കാനയിൽ വലിയ ദുരന്തത്തിന് കാരണമായ തെറ്റായ മൂല്യനിർണ്ണയം കാരണം 23 വിദ്യാർത്ഥികളുടെ ആത്മഹത്യക്കിടയാക്കിയ ഗ്ലോബറേന എന്ന കമ്പനി തന്നെയാണ് പേര് മാറ്റി കോംറ്റ് എന്ന പേരിൽ CBSEയുടെ കരാർ ഒപ്പിച്ചെടുത്തത് എന്ന ഞെട്ടിക്കുന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. CBSEയും കമ്പനിയും ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ഉയർന്നു വന്ന ഈ കോടികളുടെ അഴിമതി വരും ദിവസങ്ങളിൽ രാജ്യത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിമാറും എന്നുറപ്പാണ്.